നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വലിയ ആഘോഷങ്ങളോടെ അങ്ങനെ നമ്മൾ 2025 വരവേറ്റ് കഴിഞ്ഞു. എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വർഷം തന്നെ ആയിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. എല്ലാവരുടെയും പോർട്ട്ഫോളിയോ ഗ്രീൻ ആയിരിക്കട്ടെ, കൂടാതെ എല്ലാവരുടെയും സങ്കടങ്ങൾ അകറ്റുന്ന സന്തോഷത്തിന്റെ ഒരു വർഷം കൂടി ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 2024 വളരെ പോസിറ്റീവായ ഒരു വർഷമായിരുന്നു എല്ലാ മാർക്കറ്റുകളെ സംബന്ധിച്ച്. യുഎസിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം നേട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് 28.6% നേട്ടമുണ്ടാക്കി. S&P 500 23.3% ഉയർന്നു. US മാർക്കറ്റിനേക്കാൾ സ്വല്പം കുറഞ്ഞാണ് ഗോൾഡിന്റെ കഴിഞ്ഞ വർഷത്തെ നേട്ടമുണ്ടായിരുന്നത്. 26% നേട്ടമാണ് 2024 സ്വർണം രേഖപ്പെടുത്തിയത്. 2010 ശേഷമുള്ള ഏറ്റവും വലിയ വളർച്ച തന്നെയായിരുന്നു ഗോൾഡിൽ കണ്ടത്. പക്ഷേ അസറ്റ് ക്ലാസുകളിൽ ഇവരൊന്നുമായിരുന്നില്ല താരം. 2024 ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബിറ്റ്കോയിൻ തന്നെയായിരുന്നു. ബിറ്റ്കോയിൻ ഉയർന്നത് 124.8% കഴിഞ്ഞ വർഷം മാത്രം നേട്ടമുണ്ടാക്കിയത് അത്രയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കൊണ്ടുപോയത് ബിറ്റ്കോയിൻ തന്നെയായിരുന്നു. ഇനി ഇന്നലത്തെ മാർക്കറ്റിലേക്ക് വന്നാൽ യുഎസിലെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സുകളും ഇടിയുകയുണ്ടായി. ക്രിസ്മസിനോടനുബന്ധിച്ചൊന്നും നമുക്ക് ഇത്തവണ സാന്റ റാലി കാണാൻ സാധിച്ചില്ല. ഇനി യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഇൻഫോസിസ് 0.81% ഇടിഞ്ഞു. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.90% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.44% നേട്ടമുണ്ടാക്കി. ഫാർമ സെക്ടറിലുള്ള ഡോക്ടർ റെഡ്ഡി മാത്രമാണ് 0.51% നേട്ടമുണ്ടാക്കിയത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലായിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. കൂടാതെ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് സൂചിപ്പിക്കുന്നത് 70 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. ഇനി നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഓഫർ ഇന്ന് കൂടിയേ ബാക്കിയുള്ളൂ. 50% ഡിസ്കൗണ്ടിൽ നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെയുള്ള എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മൾ ആ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെയും ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കല്ല പോകുന്നത്. 2025 എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ട്രേഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണ്. എല്ലാവർക്കും തെറ്റുകൾ പറ്റാം. പക്ഷേ പറ്റുന്ന തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ഇനി 2025 ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. വിപണിയിൽ എപ്പോഴും നല്ല ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാൻ കഴിയും. അതായത് ആദ്യത്തെ പോയിന്റായി പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ദീർഘകാല നിക്ഷേപത്തിലേക്കാണ്. ഷോർട്ട് ടേമിലേക്ക് പലപ്പോഴും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാമെങ്കിലും ദീർഘകാലത്തേക്ക് എടുക്കുമ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റബിൾ തന്നെയാണ്. നമുക്ക് നിഫ്റ്റിയുടെ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് നിഫ്റ്റിയുടെ റിട്ടേൺസ് പോസിറ്റീവാണ് എന്നത് ദീർഘകാല നിക്ഷേപം എത്രത്തോളം ലാഭകരമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് SIPകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളായിട്ട് നമ്മുടെ ചെറിയ നിക്ഷേപങ്ങൾ നമ്മൾ ട്രേഡിങ്ങിൽ മാറ്റിവെക്കുക. കൂടാതെ നമ്മുടെ ശമ്പളത്തിലൊക്കെ ഒരു വർധനമുണ്ടായി കഴിഞ്ഞാൽ SIPകളും അതിനനുസൃതമായി ഒരു മാറ്റം വരുത്തുക, അതിലെ തുകയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇൻഷുറൻസ് കവറേജുകൾക്കും മുൻഗണന കൊടുക്കുക. സമ്പത്തിനേക്കാൾ ഏറ്റവും പ്രധാനമാണല്ലോ ആരോഗ്യം. എല്ലാവരും ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാനും ശ്രമിക്കുക. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി പറയാനുള്ളത്, അപകടകരമായ നിക്ഷേപങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസി, ഫോറക്സ് ട്രേഡിംഗ്, അതുപോലെ ഓപ്ഷൻ ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ് മുതലായവ പരമാവധി കുറച്ച് ദീർഘകാല നിക്ഷേപങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കൃത്യമായിട്ടുള്ള ഡെപ്റ്റ് മാനേജ്മെന്റ് നടപ്പിലാക്കുക എന്നത്. പ്രത്യേകിച്ച് നോ കോസ്റ്റ് EMIകൾ തുടങ്ങിയ സ്കീമുകളിൽ നിന്ന് കടക്കണിയിൽ വീഴുന്നത് ഒഴിവാക്കുക. ആറാമത്തെ ഒരു മുഖ്യമായ പോയിന്റ്, എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയി ചിന്തിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് 2025 അവസാനത്തോടെ രൂപയുടെ മൂല്യം $86 കുറയും എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണപ്പെരുപ്പ സാധ്യതകൾ കൂടും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പണപ്പെരുപ്പമൊക്കെ കൂടുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക പദ്ധതി തന്നെ വേണ്ടിവരും. ഇനി ഏഴാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്,
നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കഴിവിനനുസരിച്ച് മാത്രം ചിലവാക്കാൻ ശ്രമിക്കുക, സമ്പാദ്യത്തിന് മുൻഗണന നൽകുക, അനാവശ്യമായ കടങ്ങൾ ഒഴിവാക്കുക. ഇത്രയൊക്കെ ആയിരിക്കാം നമുക്ക് ന്യൂ ഇയറിനോടനുബന്ധിച്ച് എടുക്കാൻ കഴിയുന്ന കുറച്ച് തീരുമാനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ കൂടുതലായി ഇതിനോട് കൂടി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം SJVN 1000 മെഗാവാട്ട് ശേഷിയുള്ള ഹത്തിത ദുർഗവതി പബ്ഡ് സ്റ്റോറേജ് പ്രൊജക്ടിന്റെ വികസനത്തിനായി ബീഹാർ സർക്കാരുമായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇന്ന് ഫോക്കസിലുള്ള മറ്റൊരു സ്റ്റോക്ക് ITC ആണ്. 2025 ജനുവരി 1 മുതൽ കമ്പനിയുടെ ഹോട്ടൽ ബിസിനസ് ITC ഹോട്ടലുകളായി വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് ഫോർച്യൂൺ പാർക്ക് ഹോട്ടൽസ്, ബെയ് ഐലൻഡ് ഹോട്ടൽസ്, ലാൻഡ് ബേസ് ഇന്ത്യ, വെൽകോം ഹോട്ടൽസ് ലങ്ക, ശ്രീനിവാസ റിസോർട്ട്സ്, ഇന്റർനാഷണൽ ട്രാവൽ ഹൗസ്, ഗുജറാത്ത് ഹോട്ടൽസ്, മഹാരാജ ഹെറിറ്റേജ് റിസോർട്ട്സ് എന്നീ 8 കമ്പനികളുടെ ITCയുടെ കൈവശമുള്ള മുഴുവൻ ഓഹരികളും ITCHLലേക്ക് മാറ്റും. അടുത്തത് കൽപ്പതാരു പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്. കമ്പനി ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും, കാരണം കമ്പനിക്ക് ഡിസ്ട്രിബ്യൂഷൻ, റെയിൽവേ ബിസിനസ്, ട്രാൻസ്മിഷൻ തുടങ്ങിയ മേഖലകളിൽ 1011 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വലിയ ഒരു ഓർഡർ തന്നെയാണത്. ഇന്ന് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട മറ്റൊരു സ്റ്റോക്കാണ് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് എന്ന കമ്പനി. ഒരുപാട് ഓർഡറുകളാണ് കമ്പനിക്ക് ഡിസംബർ 31 ലഭിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് ഓട്ടോമേഷൻ സേവനങ്ങൾ നൽകുന്നതിനുള്ള $1.64 മില്യൺ പ്രൊജക്ടിനുള്ള അവാർഡും ലെറ്ററും ന്യൂജൻ റെമിറ്റൻസ് സിസ്റ്റംസ് ലൈസൻസ് ചെലവുമായി 20.9 കോടി രൂപയുടെ പർച്ചേസിംഗ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. കൂടാതെ അതിന്റെ അനുബന്ധ സ്ഥാപനമായ സിംഗപ്പൂർ ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് PT ഒരു വിജ്ഞാപന റെക്കോർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിനായി SGD 1.74 ദശലക്ഷം മൂല്യമുള്ള പ്രൊജക്ട് സ്വീകരിച്ചു. അടുത്തത് പേഴ്സിസ്റ്റന്റ് സിസ്റ്റം എന്ന കമ്പനിയാണ്. സുനിൽ സാപ്രി കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നു. ഡിസംബർ 31 പ്രാബല്യത്തിൽ വന്നത്. ഇനി ഏറ്റവും ആകർഷകമായ ഡിസ്കൗണ്ട് ഇന്നത്തോടെ അവസാനിക്കുകയാണ്. 50% ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഇന്നുകൂടിയേ ഉള്ളൂ. ഇന്നത്തോടുകൂടി 50% ഡിസ്കൗണ്ട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS 4685 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 4546 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS ഇന്നലെയും വലിയ സെല്ലിങ്ങിലേക്ക് പോയി എന്ന് തന്നെയാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. കഴിഞ്ഞ വർഷം ഏഷ്യൻ മാർക്കറ്റുകളിൽ ഏറ്റവും അധികം ഫോക്കസിൽ ഉണ്ടായിരുന്നത് ചൈനീസ് മാർക്കറ്റ് തന്നെയായിരുന്നു. 3 വർഷത്തെ ലോസിംഗ് സ്ട്രീക്കിന് ശേഷം കഴിഞ്ഞ വർഷം 15% ചൈനീസ് മാർക്കറ്റ് ഉയർന്നത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കിയും കോസ്പി മാർക്കറ്റും ഹോളിഡേ ആണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,733 എന്ന നിലയിലാണ്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഏകദേശം ഒരു 65 മുതൽ 70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. പാൻഡമിക്കിന് ശേഷമുള്ള ഡിമാൻഡ് വീണ്ടെടുക്കൽ സ്തംഭിച്ചതിനാൽ 2024 എണ്ണവില ഏകദേശം 3% വീണ്ടും ഇടിയുകയുണ്ടായി. തുടർച്ചയായ രണ്ടാമത്തെ വർഷമാണ് ഈ ഇടിവ് തുടരുന്നത്. ഇനി ഇന്നലെ ഓയിൽ പ്രൈസുകൾ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 74.67 എന്ന നിലയിലാണ്. 0.10% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $71.72 പെർ ബാരൽ എന്ന നിലയിൽ 0.19% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലേക്ക്. 23,644 ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇന്നലത്തെ ഓപ്പണിംഗ് മുതൽ സംസാരിച്ചു തുടങ്ങാം. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലാണ് ആരംഭിച്ചത്. ഒടുവിൽ 23,460 എന്ന ലോ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ടച്ച് ചെയ്യുകയുണ്ടായി. പക്ഷേ ആ ഒരു ലോയിൽ നിന്നും ഏകദേശം 200 പോയിന്റ്സിന്റെ ഒരു റിക്കവറിയാണ് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടായിരുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ ഒരുപാട് തവണ നിഫ്റ്റി സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ച് കയറിയിട്ടുള്ള ഒരു സോണാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. ഇതിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ലഭിക്കുകയാണെങ്കിൽ വലിയ ഇടിവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൃത്യമായി തന്നെ റെസ്പെക്ട് ചെയ്ത് തിരിച്ചു കയറാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു നിഫ്റ്റിയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. വരും ദിവസങ്ങളിൽ ഈ ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുമോ, വീക്ക്ലി ക്ലോസിംഗ് ഈ ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് വരുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 50 വീക്ക് EMA ഉള്ള 23,400 ലെവലിന് തൊട്ടരികെ നിന്നാണ് റിവേഴ്സ് ചെയ്തത്. ഇതോടെ നിഫ്റ്റി വീണ്ടും 200 ഡേ EMAക്ക് അരികിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 200 ഡേ EMA ഉള്ളത് 23,650 ലെവലിലാണ്.
200 EMIക്ക് താഴെയായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇതിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുക. കൂടാതെ 23,760 ആണ്. അപ്സൈഡിലെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനായി വരുന്നത് 23,760 ആണ്. അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ലെവൽ അത് തന്നെയാണ്. ഇന്ന് നമ്മൾ പുതുവർഷം ആരംഭിക്കുകയാണ്. നിഫ്റ്റി 2024 8.8% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇതോടെ തുടർച്ചയായ 9ാമത്തെ വർഷമാണ് നിഫ്റ്റി റാലി തുടരുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500 ആണ്. അതിനുശേഷം 25,000 സ്ട്രൈക്കിലും അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉമാണ്. ഇന്നലെ ബുൾസിന്റെ ശക്തമായൊരു തിരിച്ചുവരവ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുൾസിനെയാണോ ബിയേഴ്സിനെയാണോ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിനായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 23,650 സ്ട്രൈക്കിൽ 24% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. 147% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. 23,600 സ്ട്രൈക്കിൽ 78% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. 194% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലാണ് ഉള്ളത്. 23,700 സ്ട്രൈക്കിലും 12% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണെങ്കിൽ 80% കുറച്ചുകൂടി ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിന് തന്നെയാണ് കുറച്ച് ശക്തിയുള്ളത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 50,860-ൽ 92 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കാണുന്ന അസെൻഡിങ് ചാനൽ പാറ്റേണിന്റെ ലോവർ എൻഡിൽ സപ്പോർട്ട് എടുത്ത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും നിൽക്കുന്നത്. കൂടാതെ ഇന്നലെ ഫോം ചെയ്തത് ഒരു ബുള്ളിഷ് പാറ്റേണുമാണ്. നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട് അത് റിവേഴ്സൽ തന്നെയാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാനും കഴിയും. കഴിഞ്ഞ ഏതാനും സെഷനുകളിലായി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്നത് 50,500 മുതൽ 52,000 വരെയാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു ലെവലായി വരുന്നത് 51,915 ആണ്. 50-day EMI ഉള്ളത് ഈ ലെവലിലാണ്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 54,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്കിലും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉമാണ്. നമ്മൾ നിഫ്റ്റിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ് OI, ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ. പ്രത്യേകിച്ച് നമ്മൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ കൂടിയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഡാറ്റകൾ തന്നെയാണിത്. അത്തരത്തിൽ നമുക്ക് ഏറെ ഉപകാരപ്രദം എന്ന് തോന്നിയ ഒരു സൈറ്റാണ് OI പൾസ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്രദമാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്ത്യ വിക്സിലേക്ക് 14.45-ൽ 3.40% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് പുതുവത്സരത്തിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിൾ ആയ ഒരു വർഷം തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.